ചേലക്കരയിൽ നിന്ന് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി എസ് വിജയകുമാർ തത്സമയം. വിജയകുമാർ, തുലാക്കോട് ഇപ്പോൾ നമ്മൾ അല്പസമയം മുൻപ് കണ്ടത് സമയം അവസാനിച്ചിട്ടും വലിയ തിരക്കാണ് അവിടെ എന്നതാണ് വോട്ട് രേഖപ്പെടുത്താൻ. 2021 77% കടന്നു പോയതാണ്. ഇപ്പോൾ ഇത്തവണ അതിലേക്ക് അടുത്തെത്തും എന്നതിന്റെ സൂചനകളൊക്കെയാണോ ലഭിക്കുന്നത്? എന്താണ് അവിടെ നിന്നൊക്കെയുള്ള പ്രതികരണം? അനുജ, ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. പക്ഷേ 74% എത്തിയിട്ടുണ്ട് 6 മണിയോടെ അനൌദ്യോഗികമായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരം ഇനിയും വന്നിട്ടില്ല. തോണൂർക്കരയിൽ ക്യൂ ഉണ്ട്. തളി മേഖലയിലും ബൂത്തുകളിൽ ഇപ്പോഴും ക്യൂ ഉണ്ട്. 100-ലധികം വോട്ടർമാർ ക്യൂ നിൽക്കുന്ന 2 ബൂത്തുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഗേറ്റ് ക്ലോസ് ചെയ്ത ശേഷം ക്യൂവിൽ ഉണ്ടായിരുന്നവർക്ക് ടോക്കൺ കൊടുത്ത് അവരിപ്പോൾ വോട്ട് ചെയ്യാണ്. ഈ മണ്ഡലത്തിലെ 2-3 ബൂത്തുകളിൽ മാത്രമേ 6 മണിക്ക് ശേഷം പോളിംഗ് നടന്നിട്ടുള്ളൂ എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതും ഏറെക്കുറെ 10 മിനിറ്റിനുള്ളിൽ 6:30യോടുകൂടി അതും അവസാനിക്കും എന്നാണ് അറിയുന്നത്. ചേലക്കരയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 75-നും 79-നും ഇടയിൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട്. അതിനടുത്തൊക്കെ ഇത്തവണയും എത്തും. അതിൽ ഒട്ടും കുറയാതെ എന്ന് വേണമെങ്കിൽ കരുതാം. 75-ലേക്ക് ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് അവസാന കണക്കുകൾ വരുമ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 72-73 ഒക്കെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 5:45-ഓടെ പോളിംഗ് പെർസെന്റേജ് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് മികച്ച പോളിംഗ് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് ചേലക്കരയിൽ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല, ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിലും ഇത്രയും നന്നായി ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നത് ചേലക്കരയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെയും അതിനോട് വളരെ ക്രിയാത്മകമായി ചേലക്കരയിലെ വോട്ടർമാർ പ്രതികരിച്ചു എന്നതിന്റെയും കൂടി സൂചനയാണ്. ചേലക്കര നമുക്കറിയാം 28 ദിവസം നീണ്ട വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളായിരുന്നു ചേലക്കരയിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരുന്നു ചേലക്കരയിലെ പ്രചാരണ ദിവസം തുടങ്ങിയത്. പക്ഷെ പിന്നീട് വളരെ ചടുലമായി, യഥാർത്ഥത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം, അടിയൊഴുക്കുകളും ഒക്കെ കാണുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിൽ തന്നെയാണ്. പാലക്കാടും വയനാടും ഉള്ളതിനേക്കാൾ രാഷ്ട്രീയ പോരാട്ടം അതിശക്തമായും ചേലക്കരയിൽ നടക്കുന്നുണ്ട്. അതിന് ഒരു കാരണം കൂടിയുള്ളത് കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി ഒരു പാർട്ടിയുടെ, ഇടതുമുന്നണിയുടെ ഒരു വലിയ കോട്ടയായി, ഒരു പൊന്നാപുരം കോട്ടയായി ചേലക്കരയെ അവർ കൊണ്ടു നടക്കുകയാണ്. അതിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് തീരുമാനിച്ചായിരുന്നു ഇത്തവണ UDF പ്രചാരണ രംഗത്തിറങ്ങുകയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. ആ വെല്ലുവിളി LDF ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ ഏറ്റുമുട്ടൽ നേരിട്ട് നടന്ന ഒരു മണ്ഡലം കൂടിയാണ് ചേലക്കര. അതുകൊണ്ട് അത് റിസൾട്ടിലും വോട്ടെടുപ്പിലുമൊക്കെ അത് പ്രതിഫലിക്കുമെന്ന് മുന്നണികൾ കരുതിയിരുന്നു. അത് വോട്ടെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് എല്ലാ മുന്നണികളും അവരുടെ അവസാനവട്ട കണക്കുകൂട്ടലിലും കരുതുന്നത്. ഏതെങ്കിലും ഒരു കോട്ടകളിൽ കൂടുതൽ വോട്ടുകൾ വന്നു, ഏതെങ്കിലും ഒരു കോട്ടകൾ നിശബ്ദമായി, അങ്ങനെ പറയാൻ കഴിയുന്നില്ല. നമുക്ക് എല്ലായിടത്തു നിന്നും 5 മണി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 65-നും 70-നും ഇടയിൽ ശതമാനമായിരുന്നു കണക്കുകൾ, എല്ലാ പഞ്ചായത്തുകളിലെ കണക്കുകളും പരിശോധിക്കുമ്പോൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരിടത്ത് ഏറിയും കുറഞ്ഞും എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അനുജ, വളരെ ശ്രദ്ധേയമായ കാര്യം ചേലക്കരയിലെ മുന്നണി നേതൃത്വങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷവും അവരുടെ വിജയപ്രതീക്ഷ അതേപോലെ പങ്കുവെക്കുന്നു എന്നത് തന്നെയാണ്. ശരിക്കും നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായ ഒരു മത്സരം തന്നെ ചേലക്കരയിൽ നടന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ഒരു മുൻതൂക്കമുണ്ടായിരുന്നു. പിന്നീട് UDF അതിനോട് ഓടിയെത്തി. അവസാനമായപ്പോൾ ഇഞ്ചോടിഞ്ച് എന്നത് കേവലം ആലങ്കാരികമായി ഞാൻ പറയുകയല്ല, അക്ഷരാർത്ഥത്തിൽ അതെല്ലാവരും സമ്മതിച്ചു തരും. ചേലക്കരയിൽ അങ്ങനെ ഒരു പോരാട്ടം തന്നെയാണ് നടന്നത്. അത് ഈ പോളിംഗ് ദിവസവും പ്രകടമായിരുന്നു. അതാണ് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഒരിടം കൂടിയാണ് ചേലക്കര. ഇക്കുറി 2ഇടത്തും ഇപ്പോൾ ഔദ്യോഗികമായി വോട്ടെടുപ്പ് സമയം അവസാനിച്ചിരിക്കുന്നു, 6 മണി കഴിഞ്ഞതിനാൽ. എന്നാൽ ചേലക്കരയിലൊക്കെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും തിരക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്.